ഹലോ ഫ്രണ്ട്സ്, ഈ ആൻറ്റി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കേർട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. പാർട്ട് 1 കട്ടിങ് വീഡിയോ കാണാം. അപ്പം ഇതാണ് നമ്മുടെ ലൈനിങ് പീസ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നെറ്റ് പീസ് വെച്ചിട്ട് ആദ്യം തന്നെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നെറ്റ് പീസ് ഇങ്ങനെ ആദ്യം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശമാണ് ഇങ്ങനെ വെക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഷോൾഡേഴ്സ് രണ്ടും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഷോൾഡേഴ്സ് ഇങ്ങനെ നീങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കോട്ടണൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഞാനിങ്ങനെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. രണ്ട് വശത്തും ഒരു പിന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മുട്ട സൂചിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് വേണം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ നെക്കങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നെക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ വി നെക്കാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം അധികം ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു വി നെക്ക് ആയതുകൊണ്ടാണ് ഞാനിതിന് വി നെക്ക് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പീസ് ഉള്ളിൽ ആ നെറ്റിൻ്റെ പീസ് അവിടെ കട്ട് ചെയ്തിട്ട് അപ്പുറം മറിച്ചിട്ടിട്ടാണ് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഭാഗം ഓൾമോസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗവും ആ ആം ഹോളിൻ്റെ പോർഷനും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നൂലെടുത്ത് പോരില്ല. പിന്നെ നമുക്ക് ഉള്ളിലിങ്ങനെ നൂല് കുത്തുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ തിരിച്ച് മറിച്ചിടുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അധിക ഡ്രസ്സുകളും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ടുണ്ടാവും. അങ്ങനെ ഇത് രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സ്കേർട്ട് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇനി ആ ഒരു നെറ്റ് പീസിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ആ സ്റ്റിച്ചിൽ കുടുങ്ങാതെ നോക്കണം കേട്ടോ. സ്റ്റിച്ചിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ അവിടെ ഗ്യാപ്പ് വരും. സ്റ്റിച്ചിൽ കുടുങ്ങാതെ ഇങ്ങനെ ചെറിയ കട്ട് പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പം ഞാനിത് നീറ്റായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. എന്നാൽ അവിടെ നീറ്റായിട്ട് തന്നെ ഇത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേനൊക്കെ അതേപോലെ തന്നെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ആ ഷോൾഡറിൻ്റെ ആ ഒരു സൈഡും കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ പ്രസ്സായിട്ട് കിടന്നോളും. കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാക്ക് പീസിൻ്റെ നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാൻ ആ ഒരു ഷേപ്പിലുള്ള നെക്കാണ് കേട്ടോ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ട് വേണമെന്നുള്ളതുകൊണ്ടാണ് ഇത് കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്. അപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് മാത്രമല്ല, നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആ ഷോൾഡറിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ പോർഷനും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
എന്നിട്ട് ഫസ്റ്റ് ആദ്യത്തെ നെക്ക് നമ്മൾ ചെയ്തില്ല അതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ചും കൊടുക്കുക. 2 ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 വശവും 2 സൈഡും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഹുക്കും ഒക്കെ ഇതിൻ്റെ സെൻറ്ററിലാണ് കൊടുക്കേണ്ടത്. അപ്പം അത് 2 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡ് ഇപ്പോഴേ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഇതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് സെൻറ്ററായിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററായിട്ട് മടക്കുക. എന്നിട്ട് ആ സെൻറ്റർ പോർഷനാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ കറക്റ്റ് മടക്കുന്ന സമയത്ത് നമുക്കൊരു പിന്നെങ്ങാനും കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. തുണി നീങ്ങിപ്പോകരുത് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇത് ഇങ്ങനെ സിൽക്ക് പുറത്ത് ഇങ്ങനെ സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പം ഇത് നീങ്ങിപ്പോകുന്നതുകൊണ്ടാണ് ഞാനവിടെ പിന്നെ വെച്ച് കുത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആ 2 പീസിലും ഓരോ പിന്ന് ലൈനിങ്ങും ആ ഒരു മെറ്റീരിയൽ നെറ്റിൻ്റെ മെറ്റീരിയലോട് കൂട്ടിയിട്ട് ഇങ്ങനെ പിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ടിത് സെപ്പറേറ്റ് ആക്കി 2 പീസാക്കിയിട്ട് എടുക്കുക. ഇവിടെയാണ് ഹുക്കും വെക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് താഴെ വരെ കൊടുക്കണം. നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് ഇങ്ങനെ കൊടുക്കണമെന്ന്. ഞാൻ തുണി നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് തന്നെ നമുക്ക് തയ്ച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ 2 പീസിലും ചെയ്തെടുക്കണം കേട്ടോ. ഒരു സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് കുടുക്ക് വെക്കാനുള്ള പട്ടീസാണ് തയ്ക്കാനുള്ളത്. അപ്പോൾ അതിന് ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് അല്ല ഒരു 9 ഇഞ്ച് നമ്മളെ നീളത്തിനനുസരിച്ചിട്ട് ഉള്ളൊരു പട്ട എടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ്. എന്നിട്ടതിങ്ങനെ സെൻറ്റർ മടക്കിയിട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. ഇനി നമുക്ക് ഈ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പീസിലേക്ക് ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ബെൽറ്റിൻ്റെ പീസ് അവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിക്കുക കേട്ടോ. ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. താഴെ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുന്നില്ല. അതെന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ലാസ്റ്റ് അവിടെ താഴെ മടക്കി അടിക്കാനുള്ളതാണ്. കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇനി ഇത് നീങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് അവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. മുകളിൽ വരെ ഒരു സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇനി ഇത് ഇങ്ങനെ ഉള്ളോട്ട് മടക്കി ഒരു സ്റ്റിച്ചും കൂടി അവിടെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കി വെക്കണം. ആ എൻഡിൽ എക്സസ് ഉള്ള ആ ഒരു പീസില്ലേ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുടുക്ക് വെക്കാനുള്ള പീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ അപ്പുറത്ത് ഹൂക്ക് വെക്കാനുള്ള ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ഇഞ്ച് വീതിയും 9.5 ഇഞ്ച് നീളമുള്ള ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നടുവൊന്ന് മടക്കി ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതും വലിയ പ്രയാസമൊന്നുമില്ല. ഇതേപോലെ സെൻറ്റർ ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു പീസിലേക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടിവശത്താണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അടിവശത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് താഴെ നിന്ന് അടിച്ചിട്ട് പോരാ. മുകളിൽ വരെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആ മുകളിൽ ആ പോർഷൻ എത്തുമ്പം അവിടുത്തെ ആ ഒരു പീസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതൊന്ന് ഇങ്ങനെ നിവർത്തി കൊടുക്കുക. ഇതേപോലെ ചെയ്യാം. എന്നിട്ട് ഇത് തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി അവിടുന്ന് ഒരു മടക്കും കൂടി കറക്റ്റ് അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു മടക്കും കൂടി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കണം. അപ്പോൾ അതിങ്ങനെ നേരത്തെ നമ്മൾ മടക്കി തയ്ച്ചതാണ് അവിടെ. ആ മടക്ക് ഇങ്ങനെ ഉള്ളോട്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് 5 ഇഞ്ച് എടുത്തത് എന്താ വെച്ചാൽ അര ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും 2 ഇഞ്ചിൻ്റെ ആ ഒരു പീസുമാണ്, ബെൽറ്റ് പീസാണ് വരുന്നത്. ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നീങ്ങി പോല കറക്റ്റ് വരും, ഈക്വലായിട്ട് കിട്ടും താഴെ മുകളിലും. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനില്ലേ അവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ആ ഊക്ക് തുന്നി പിടിപ്പിക്കാനുള്ള ആ ഒരു പോർഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഇത്തിരി നീക്കിയിട്ട് 1/4 ഇഞ്ചിൽ നിന്നും കുറച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി നേരെ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ ബ്ലൗസിനൊക്കെ ചെയ്യാറില്ലേ അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ ആ ഒരു എൻഡിലും കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ആദ്യം ആ എൻഡിലാണ് സ്റ്റിച്ച് ചെയ്തത്, പിന്നെയാണ് ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ബാക്ക് പീസിൽ ഹൂക്കും വെക്കാനുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, 2 പീസ് ഇതിങ്ങനെ മുകളിലേക്കായിട്ടാണ് വരിക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് ഇതിൻ്റെ ബാക്ക് വശത്ത് നല്ല വശവും ഫ്രണ്ട് വശത്ത് നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഷോൾഡേഴ്സും നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. ആ 2 ഷോൾഡറും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഷോൾഡർ എപ്പോഴും എല്ലാവർക്കും വിട്ടുപോകുന്നൊരു പ്രശ്നമൊക്കെ വരാറുണ്ട്. നമ്മൾ ഈ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന നൈറ്റിയും ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഈ ഷോൾഡറൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോകും, ഒറ്റ സ്റ്റിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൽ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, അപ്പോൾ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ അടിവശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഓരോ ഇഞ്ചിലാട്ടോ, ഒരേ ഇഞ്ചാണ് ഞാൻ മടക്കിയിട്ടുള്ളത്. 2 ഇഞ്ചാണ് സ്റ്റിച്ചിങ് ഗ്യാപ്പ് വിട്ടിട്ടുള്ളത്. അപ്പം 1 ഇഞ്ച് ഒരു ഫോൾഡ്, 1 ഇഞ്ച് അടുത്ത ഫോൾഡായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് തിരിച്ചിട്ടിട്ട് ഒരു പ്രസ് സ്റ്റിച്ചും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.
ഇതേപോലെ തന്നെ ആ ബാക്ക് പീസിലുള്ള ആ 2 പീസും ഇതേപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഒരേപോലെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ 2 സൈഡും ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ ഇഞ്ച് മടക്കിയിട്ട് അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈനിങ് പീസും ആ നെറ്റ് പീസും കൂടി ചേർത്ത് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് നീങ്ങി പോവില്ല. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവ്സും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നോക്കുക, ഒരേ അളവ് തന്നെയാണോ എന്നൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് സെൻറ്ററായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ കിട്ടാനാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ തന്നെ നമ്മൾ ചുരിദാറിനും എല്ലാം ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ നോച്ചിട്ട് ആ ഒരു പോർഷൻ ആ സെൻറ്ററിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഞാനിതിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ആ സെൻറ്ററിൽ ഒരു പിന്ന് കുത്തി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് പിടിച്ചു കൊടുത്തിട്ട് എൻഡ് വരെ കൊണ്ടുപോയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത്. ആ ഒരു എൻഡിൽ നിന്ന് കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റ് കിട്ടും. എന്നിട്ട് എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരികയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് ഇതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ താഴേന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരുക. എന്നിട്ട് ആ സെൻറ്റർ എത്താനാവുന്ന സമയത്ത് ആ പിന്നൊന്ന് ഊരിക്കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പം ആ നോച്ചിട്ട ആ ഒരു പോർഷൻ കറക്റ്റ് ആ സെൻറ്ററിൻ്റെ ഭാഗത്ത് തന്നെ വരും. നമ്മളെ സ്ലീവ് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവൊന്നായിട്ട് നിൽക്കില്ല. സ്ലീവ് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിലൂടെ സിമ്പിൾ ഹാഫ് സ്ലീവാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ വശത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് പോർഷൻ കണ്ടില്ല, ആ കൈക്കുഴിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുഴിച്ച് വെട്ടിയതാണ്, നമ്മൾ നേരത്തെ കുഴിച്ച് വെട്ടി കൊടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടും സൈഡാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ലീവ് തൊട്ടിട്ട് താഴെ വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം മയങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആ അളവ് ബ്ലൗസ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ടത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതോടെ നമ്മളെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിയും. അപ്പം ഇതാണ് ഫൈനലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഈ 2 സൈഡിലും 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒന്ന് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ലൂസ് കൂട്ടണമെങ്കിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, ചെറിയ ബ്ലൗസാണ്, ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള ബ്ലൗസൊന്നും ഇല്ല. ഇനി ഇതിൽ ബാക്ക് പീസിൽ ഹുക്കും കൂടി വെച്ച് കൊടുക്കണം.
ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.